ശാരദേ, ശാരദേ, എന്താ മനുഷ്യ? ഒന്നുകൂടി വന്ന എന്താ വേണ്ടേ? ചായ എടുത്തു. നീ ചായയിലിരിക്കുന്ന തന്നല്ലേ അപ്പൊ കഴിക്കാമല്ലോ. ഇവിടെ ഇപ്പൊ എന്താ ചെയ്യാ? നീ ഇപ്പൊ പണിക്ക് പോവാറിയാ? നീ പോയിക്കോ. ചായയായി, പലഹാരമായി, വേഗം നേരം പിടിച്ചോളെ. സൂര്യന്റെ ഒരു പണിയിലാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിപ്പോ എങ്ങനെയാപ്പോ അത് കഴിക്കുക? ഇപ്പൊ ആരെയപ്പോ അത് കിട്ടും? അശ്രീര മൂദേവി ആ ബക്കറ്റ് കൊണ്ടുവച്ചോണ്ടില്ലേ, അതൊന്ന് ഇവിടെ കൊണ്ടു വെച്ച എത്രയാ? അതൊട്ട് ചെയ്യില്ല. ഞാൻ പറയണേ ബുദ്ധിമുട്ടുള്ളൂ. നമുക്ക് ഇവിടെ കൊണ്ടു വെച്ച് എത്ര സൗകര്യമുണ്ട്. എന്നെ കൊണ്ട് ഈ വെയ്യാത്തോർത്ത് ഇങ്ങനെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അവള് പണിക്ക് പോവേ ആയിക്കോട്ടെ. എന്നാ പിന്നെ അതൊക്കെ കൊണ്ടു വെച്ചാൽ മതി. ഇത് കിണ്ണിട്ട് നടക്കാൻ അവളെ ചാച്ചൻ വരുമോ? മോനെ ഇവിടെ ഗോപാലന്റെ മോനല്ലേ? മോനെ അയ്യോ, കണ്ടാരും പറയില്ലേട്ടാ. എങ്ങനെ കുട്ടികളുണ്ട്? നീ ഇപ്പൊ എങ്ങനെ പോണാവൂലേ? പണിയൊന്നും ആയിട്ടില്ല ഇത്രയും കാലമായിട്ട്? അവിടെ പണിയുണ്ടാ? ഇത്രയും ചെറുപ്പത്തിൽ നീ എന്തെങ്കിലും പണിയെടുക്കാൻ പോണേ? എന്റെ അച്ഛനും അമ്മീട്ടില്ലേ? അതില്ലേ? അപ്പൊ അവര് പറഞ്ഞില്ലേ വീട്ടിലിരുന്നത് പോലെ? ദൈവേ, ഒന്നുപോലെ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു. അപ്പൊ കണ്ട ക്ഷീണിച്ചിട്ട്. ഓ, ഇങ്ങനെ കുട്ടികളോട് കടുകയെ മോനെ വന്നോണ്ട് പറഞ്ഞ അച്ഛനും അമ്മ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. സുഖമായിട്ട് മോനെ ഇങ്ങനെ ഇരിക്കണേ. നമ്മുടെ ഇരിക്കണപ്പോ കാണാറുണ്ടപ്പോ നന്നേക്കാൾ നല്ലതാ കേട്ടാ. സത്യം പറയല്ലോ, ഇവിടെ നാട്ടില് പെമ്പിള്ളേര് എന്താ ഇങ്ങനെ നോക്കാറുള്ളത്? ഞാൻ നമ്മുടെ നസീറിന്റെ സിനിമയില് നസീറിന് നിങ്ങളുടെ സിനിമയില് കണ്ടു. ഇത്രയും ഭംഗി. ആ മോനെ ഈ കാര്യോ ഒന്ന് അങ്ങോട്ട് നോക്കിയേ. ആ കണ്ടാ അങ്ങോട്ട് എടുത്തേ. ഇത്തിരി വെള്ളം കൊടുത്തോട്ടാ. എന്റെ അടുത്ത് ആ ബക്കറ്റ് ഇട്ടോ. വെള്ളം ഉണ്ടോ നോക്കിയെടുക്കുക. ഈ നല്ലോരട്ടാ, നല്ല കുട്ടിയാ, എല്ലാവർക്കും നല്ല ഭയങ്കര ഇഷ്ടാ. നാട്ടുകാരും മുഴുവൻ എന്നെ കുറിച്ച് എല്ലാണ്ടെന്ന് പറയുന്നത്.
മോനാന്ന് നോക്കിയടാ, അവിടെ ഒരു കഷ്ണം വെള്ള പേപ്പർ ഉണ്ട്, അതിലെടുത്തോ. നല്ലോനവൻ നല്ലോണം വരും. ആ തുണി എടുത്തോ. നിന്റെ മോൻ പോയിട്ട് ക്ഷീണിച്ചോ, അതിന്റെ മുകളിൽ ഈ പിടിച്ചോ. മടിയോ മോണ്ടൊന്നേ, ഇത് അവിടെ തന്നെ വെച്ചു. ഇത് നല്ല കുട്ടിയാട്ടോ. ഇതേ ഇതാ തെങ്ങിന്റെ കടയിൽ ചോദിച്ചു മോന്റെ കുട്ടി, ആ കടയിൽ ചോദിച്ചോ. പാത്രം കൊണ്ടുപോ. ഇത് എടുത്തിട്ട് ആ വാട് കണക്കിൽ ചോദിച്ചോ. നാളെ വന്നാലും ഇത്തിരി വെള്ളം ഇതെടുത്തിട്ട് അയച്ചു ചോദിച്ചു. നീ മോൻ വാ, മോൻ പണിക്ക് പോണ്ടേ? പോയിക്കോ, വേ പോയിക്കോ. അമ്പലത്തിൽ കൊറേ പണി ഉണ്ടാവും. ആ വേ പണിക്കല്ലേ, നേരം പഠിക്കണ്ട, പണിട്ട് ഉഷാറാവില്ല. പോയിക്കോ പോയിക്കോ. അവിടെ വല്ല പെണ്ണുങ്ങളുടെ വായ നോക്കാൻ പോകും. ചെങ്ങാറ്റി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ അസുഖം ഉണ്ട്. അസുഖം തന്നെ രാഗമണിക്കലൊന്ന് കാണിക്കണ്ടോ? ആ അസുഖം പറയാൻ രാഗമണിക്കൽ നല്ല കട്ടായം തരും. കട്ടായപ്പോ കൈക്കുള്ള കാര്യമല്ലേ, അസുഖമായിക്കോട്ടെ. എന്നാലും അത്രയുടെ കൂടെ പോണ്ടേ? അതേ പോവാണ്ട് പറ്റുമോ? ഞാൻ മനസ്സിലാക്കണോ? ആ കുട്ടി ഇപ്പൊ അമേരിക്ക അമ്പലത്തിൽ ജോലിക്ക് പോയ കുട്ടീനെ കൊണ്ട് പഠിപ്പിച്ച ലക്ഷണക്കൂടെ കാണണ്ടേ? ഓ ഇനിയിപ്പൊ അതിന്റെ ഒരു വെള്ളപ്പൊടി ഉണ്ട് അല്ലേ? കണ്ടല് വെട്ടി എന്നാ കുറിക്കണ്ട അടുത്ത് കഴിക്കാം. കരുണാകരൻ കുറിക്കണ്ട അടുത്ത് പോയാൽ 2 തിരുമ്പ 2 ചവിട്ട് അശേഷം പേടിക്കണ്ട. ഓണായിട്ടേ കണ്ട തോന്നുന്നില്ലല്ലോ. വയ്യാന്ന് കണ്ടാൽ ഒട്ടും ഇരിക്കാൻ വയ്യാട്ടോ. പണ്ട് ചൊല്ലുണ്ടേ, ഞാൻ ഇപ്പൊ മുഴുവൻ കൂടെ പറയുക. ഇപ്പൊ കാണാൻ വെച്ചിട്ടോ മനസ്സിലായോ? വേളാവിളക്ക് അത് കഴിഞ്ഞാലോ അപ്പൊ കണ്ണുതാ ഉറങ്ങ. പിന്നത്തെ കാര്യം നോക്കി പറയുന്നില്ല. ഓണായിട്ട് ആ ചങ്കുരൊക്കെ അങ്ങാടിക്ക് വല്ല മൊറോ പട്ടിയൊക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കണ്ടേ? ഇനി അതും പറ്റില്ല. തമ്പുരാന്റെ വീട്ടിൽ വന്നാൽ വീട് നാളികേരെങ്കിലും മുറക്കിയിട്ട തമ്പുരാട്ടി വല്ല തരും. അത് വെച്ചിട്ട് കുടുംബം കൊടുത്ത ആ ശാരദ ബുദ്ധിമുട്ടിൽ നമുക്ക് കണ്ട് ആ ശാരദനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടേ അല്ലേ?
കണാനാ എപ്പോഴാ നീയൊക്കെ ഒന്നും ഉരുപ്പൊടിയാ വയ്യാന്ന് അശേഷം തോന്നുന്നില്ല കേട്ടോ. ഞാൻ ഒന്നും ദിവസം പറയില്ല. ഇന്ന് ഊരാടായി, നാളെ ഉത്രാടം, മറ്റന്നാൾ തിരുവോണം. നീ ഇങ്ങനെ കടന്നോ? ഒന്നും പറയില്ല. പോവാ. മമ്മി ഞാൻ എടുത്തു പോയിട്ടേ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും അന്വേഷിച്ചിട്ട് വരാം കേട്ടോ. മടിയൻ മല ചുമക്കുന്നു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാണോ? ഇല്ലേ? അതൊന്ന് മാറണം കണാന്റെ കാര്യത്തില്. ഓണായി കണാല, മഴ കഴിഞ്ഞിട്ട് മതിയോ? ഒന്നും പിന്നെ ഒന്നും പറയില്ല. എത്ര കാലം ഞാൻ പറയാൻ തുടങ്ങിയിട്ട് പറഞ്ഞ എന്റെ റിസർവോയറിലെ വെള്ളമൊക്കെ പറ്റി. ആ വെള്ളം പറ്റിയിട്ട് എടുത്ത് ആരാനാണെങ്കിൽ ഒരു കുട്ടിയില്ല. ഒരു ലക്ഷനാണെങ്കിൽ നേരം വിളിച്ച് അവർ അഞ്ചി നടത്തു. എനിക്കാണെങ്കിൽ ഒരു അഞ്ചി നടക്കാനിട്ട് പോയില്ല. ദൈവേ എത്ര വേഗം നീ എന്തൊരു കെട്ടിയെടുക്കണേ. എന്നിട്ട് അടുത്ത ജന്മത്തില് ഞാനൊരു രാജാവ് വേണ്ട, ഞാൻ മറ്റേ ഒരു രാജാവിന്റെ ഒരേ ഒരു മകനായിട്ട് ജനിക്കും. അപ്പൊ അച്ഛൻ യുദ്ധം ചെയ്ത് കുറെ കാശുണ്ടാക്കി നാളൊക്കെ ഉണ്ടാക്കി രാജകൊട്ടാരത്തിലെ ആ സുഖമൊക്കെ അനുഭവിച്ച് ഇങ്ങനെ കൊണ്ടു. എന്താ ആ ദൈവത്തോട് എന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. താമ്പുരാൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ രാജാവാണ്ടിരിക്കാനുള്ള കർമ്മം, ഞാൻ രാജാവാക്കിട്ട് വേണം ഈ തമ്പുരാനെ ഞാൻ എന്റെ മുഖ്യമന്ത്രിയാക്കിട്ട് ഇങ്ങനെ 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 ഈശ്വരാ, ഞാൻ ഇങ്ങനെ മരിച്ചു പോയ അടുത്ത ജന്മത്തിൽ രാജാവാവും എനിക്ക് ഉറപ്പുണ്ട് ദൈവം. അതുകൊണ്ട് ഈ ജന്മ അങ്ങോട്ട് തീരാൻ ഇന്ന് അത്രയും വെട്ടെന്ന് അങ്ങോട്ട് കെട്ടിയെടുക്കണേ എന്റെ ദൈവേ. എന്നിട്ട് ഇന്ന് അടുത്ത ജന്മത്തില് രാജകുമാരനാക്കണേ. ഈ നരകത്തിൽ തിരുവൈക്കവാടം ശിവശംഭോ ഈ നരകത്തിൽ കൊമ്പുണ്ട്. ആ 3 കൊമ്പ്. മനസ്സിലായി മനസ്സിലായി. ബാല കളിക്കാരൻ, കളിക്കാരനല്ലേ ബാല. എന്താണ് മനസ്സിലായില്ല? ഇല്ല.
കിരീടം എനിക്ക് മനസ്സിലായില്ല. പാലക്കാരൻ ഈ കയറുകൊണ്ട് മനസ്സിലായില്ല. മരം വെട്ടുകാരൻ യമധർമ്മൻ. എന്നുവെച്ചാ നിങ്ങളൊക്കെ കാലം വിളിക്കും. 1.5 കോല് വലുപ്പോ ഒരു മുട്ടി കണ്ട പോലെ കാലൻ. അതാരാ? ഈ ആരോടാ പറയുന്നറിയോ? ആരോടാ? എടാ, ഞാനൊരു കാലനാണ്. ഒരു ബഹുമാനം വേണ്ടേ? എന്തിപ്പോ ഇവിടെ കാര്യം? നാം വന്നത് ആ ഈ ഭാഗത്ത് ഒരുത്തനെ കൊണ്ടുപോകാനുണ്ട്. കൊണ്ടോക്കോ. അത് നിന്നെയാണ്. എന്നിട്ട് നീ വിളിച്ചല്ലേ ഞാൻ വന്നത്. എന്നിട്ട് ഞാനെ കിട്ടൂല. ഇക്കിന് കണ്ടു ഉറങ്ങണം. കണ്ടപ്പോ അയലോട് വില വെച്ചിട്ടുണ്ടെങ്കിൽ മടക്കിട്ടില്ല. ഈ കടന്നുറങ്ങണം. പോയേ എടോ, ആ മരണദേവനായ എന്റെ സ്വാമി പറഞ്ഞയച്ച് വന്നാൽ എനിക്ക് കൊണ്ടുപോയല്ലേ പറ്റൂ. ഇത് നല്ല ഉണ്ടാക്കില്ല. ഞാനിപ്പോ എങ്ങോട്ടുമില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തമാശയാ, അത് കാര്യ. ഞാൻ ഒരു തമാശ പറഞ്ഞിട്ടുണ്ട് കെട്ടിയെടുക്കണമെന്ന്. ഒരു കാലം നോക്കിയേ, ഈ കാലത്ത് ദൈവത്തോട് പോലും തമാശ പറയാൻ വയ്യ. കാലത്തപ്പോ ഇങ്ങനൊന്നും പോകാൻ കഴിയില്ല കണാരാ. അപ്പൊ കൊണ്ടേ പോകുള്ളൂ. കൊണ്ടുപോയി ചോദ്യം ആ ചോദ്യത്തെ കൊണ്ടുപോകാം. ഒരു കുഴപ്പമില്ല, ചോദ്യത്തെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കൊണ്ടുപോയിക്കോ. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഇവരെ കൊണ്ടുപോയിക്കോ. ദേവാനന്ദുണ്ട്, അവനെ കൊണ്ടുപോയിക്കോ. അതൊന്നും പറ്റില്ല. അയാൾക്ക് ഇനി ഒരുപാട് കാലം ജീവിക്കാനുള്ളതാ. ഞാൻ വന്നിട്ടുള്ളത് കഥാതിനെ കൊണ്ടുപോകാൻ. ഇതിനെ വാശി പിടിക്കാൻ പറ്റുമോ? ഞാൻ ആ പദം അധികം കേട്ടിട്ടില്ല. എന്തൊക്കെയുണ്ടാകുന്നത് അങ്ങനെ സംഭവം ഉണ്ടാകും. ഈ അടുത്ത കാലത്ത് ഞാൻ കുറെ കേൾക്കുന്നുണ്ട്. എന്താണ് കൂടെ അല്ല കാലഘട്ടം തോന്നാൻ കാലഘട്ടത്തിന് കൊണ്ടുപോകണമെന്നല്ലേ ഉള്ളൂ. അയ്യോ നല്ല വിട്ടേണ്ടി വന്നിരിക്കും. കാലഘട്ടം ഒരു മിനിറ്റ് ഉണ്ടാവും. മോന്റെ സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞില്ലേ? അമ്മേ ദുൽഖറിന്റെ അതേ അയ്യോ പറ്റോ സിനിമയിൽ അഭിനയിക്കാൻ കാലത്തെ പറഞ്ഞു. അപ്പൊ മോൻ അവിടെ അഭിനയിച്ചാൽ മതി. അപ്പൊ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്ത ദുൽഖർക്ക് പറഞ്ഞിരിക്കും. ഓക്കെ ഒരു മിനിറ്റ് കേട്ടോ. ശരി ഒന്ന് ചിരിച്ചേ ഒന്നുകൂടി പറഞ്ഞപ്പോൾ മുൻനിർത്താൻ കിട്ടാം. വേറെ ഒന്നും പറയണ്ട. അത് സ്റ്റൈലായിട്ട് നടന്ന മൂപ്പരെ മുമ്പിലെന്തോ ഞാൻ സമ്മതമാണ് എന്ന് പറഞ്ഞു. എന്താ പറയാ? സമ്മതമാണ് എന്ന് പറഞ്ഞു. ഓക്കെ പോയി പോയി എനിക്ക് ഇനിയും 76 വർഷം ഇങ്ങനെ പറയുന്നത് നിന്നെ കൊന്ന് കാലവലി കൊണ്ടുപോകാനാ. അത് നീ സമ്മതമാണോ? എന്നാ നീ പ്രതികരിക്കും. സമ്മാനം കളയാൻ പറ്റാ താനേ വിടുത്ത കള്ളേ അറിയോ? ഇന്നോട് കളിക്കണ്ട. ഇന്നോട് കളിക്കണ്ട. ഇത്രയും നേരം നിന്റെ സമയമാകട്ടെ എന്ന് കരുതി ഞാൻ കാത്തിരുന്നാണ്. എന്ന് കരുതിയിട്ട് നീ അങ്ങോട്ട് വല്ലാണ്ട് പൊന്തിക്കാറില്ല. കാണാരൻ 62 വയസ്സ്. അതെ വട്ടംപറമ്പിൽ ചന്ദ്രന്റെയും ജാനകിയുടെയും 8 മക്കളിൽ ഇളയ സന്തതി. ഒരു സഹോദരൻ വിവാഹമൊന്നും ചെയ്തിട്ടില്ല. സന്യാസം സ്വീകരിച്ച് കാശിയാണ്. പിന്നെ നിന്റെ ഒരു സഹോദരി
കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ മകള് നിന്റെ സഹോദരൻ എടുത്ത് വളർത്തുന്നുണ്ട്. നിയമപ്രകാരം ഒരു ഭാര്യ, അതിൽ 2 മക്കൾ. നിയമപ്രകാരമല്ലാത്ത 7 പേരുമായുള്ള ബന്ധം തുടരുന്നു. അതിൽ നിനക്ക് എന്തായാലും അവസാനത്തെ ആഗ്രഹം സാധിച്ചു. ഇത് ഇതിന്റെ ഭൂതകാലം. ഭാവി കാലം. നല്ലൊരു മനുഷ്യ ജന്മം കിട്ടിയിട്ട് കാലിരിക്കുന്ന ശരീരവും ഉറച്ച കൈകളാണ് നീ. ഒരു പണിയും എടുക്കാതെ അന്നം കഴിച്ച് കൃഷ്ണാന ഭോജനം കൊണ്ട് നീ സുഖിച്ച് കഴിയുമോ? പരാനഭോജിയായ മാനവ ജന്മമേ, നിന്നെ നിന്നെ ഈ നിമിഷം കൊണ്ടുപോകും ഞാൻ. ഞാൻ പോരെന്ത് ചെയ്യാറാ? രാജകുമാരനാക്കിച്ച ഞാൻ വരാം, ഇപ്പൊ വരാം. നിന്റെ അടുത്ത രാജകുമാരൻ. അതെ, ശരി. നിന്റെ മനുഷ്യായുസ് കഴിഞ്ഞിരിക്കുന്നു. അത് നന്നായി. ഇനി നിനക്ക് മാനവ ജന്മമില്ല. രാജാവിന്റെ ജന്മം മതി. അടുത്ത ജന്മം കാണണോ നിനക്ക്? നിന്റെ അടുത്ത ജന്മം നിനക്ക് കാണണോ? എങ്കിലും നോക്കാം. ജീവിതകാലം മുഴുവൻ ഞാൻ പണിയെടുത്ത് ജീവിച്ചോളാം, ഞാൻ ജീവിച്ചോളാം. എന്നെ കൊണ്ടുപോലെ കാലേട്ടാ, എന്നെ കൊണ്ടുപോകരുത്. വേണ്ട മതി, കൊണ്ടുപോട്ട. ഇനി എന്താ നിനക്ക് പരലോകത്തെത്താനുള്ള സമയമായിട്ടുണ്ട്. വേഗം വേഗം ഈ കാലിന് മുമ്പിൽ കുടുങ്ങിക്കോളെ. അല്ല, നിങ്ങൾ എന്ത് തള്ളടുത്ത പോയി വിഷമിക്കണ്ട, ഞാൻ കാണുന്നല്ല. ഞാൻ കാണുന്നതല്ല. സന്ധ്യാഭിഷേകം ഞങ്ങൾ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലൈവ് പ്രോഗ്രാമായിരുന്നു. ആ പരിപാടി ഈ നാട്ടിൽ നല്ലൊരു മതിയനെ തേടി നടക്കരുത്. പണിയുണ്ടായിട്ട് പണിയെടുക്കാൻ കഴിയാതെ നടത്തുന്നൊരു പണിയാണ്. എന്തായാലും കാണാം കേട്ടോ, നിങ്ങൾ തകർക്കട്ടോ. എന്തായാലും ആ കാലുകൾ പ്രതീക്ഷയില്ല. എന്തായാലും ഉണ്ടാവില്ല, തെറ്റു. എന്തായാലും കാണാം കേട്ടോ. നോക്കിയേ കേട്ടാ, രാജേഷും വീഡിയോ ഇട്ടോണ്ടിരിക്കുന്നു, ലൈവ് പ്രോഗ്രാമോ. രാജേഷ് വാ, അതാണ് ഞങ്ങൾക്ക് രാജേഷ്. പിന്നെ
തിരുവമ്പാടി ക്ഷേത്രത്തിന് മുമ്പില് എൻ്റെ ഒരു സുഹൃത്ത് നടത്തുന്ന അർജുന ഒരു സുഹൃത്ത് നടത്തുന്ന ഒരു സ്വീറ്റ് ഹൗസ് ഉണ്ട്. അവിടുന്ന് ഇതില് നല്ല പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് ലഡു, മൈസൂർ പാക്ക്, ജിലേബി ഓരോന്നും അതൊക്കെ ചേർന്നിട്ടുള്ള ഒരു സമ്മാനം നിങ്ങൾക്ക് തരുന്നുണ്ട്. ഉണ്ണി ആ സമ്മാനം കൊണ്ടിട്ടോ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് തിരുവമ്പാടി ക്ഷേത്രത്തിന് മുന്നിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നല്ലൊരു സ്വീറ്റ് കട ഉണ്ട്. അവിടുന്ന് മേടിച്ച ലഡു, ജിലേബി, മൈസൂർ പത്തൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് നമ്മുടെ പ്രിയപ്പെട്ട കാണാൻ എത്ര പേര് പാവം കർണാടകത്തിൽ ഒരുപാട് ആവശ്യം കേട്ടോ. അപ്പൊ അത് നമ്മൾ വഹിക്കുന്നില്ല. ഈ സമ്മാനം അദ്ദേഹത്തിന് നൽകാനാണ്. നിങ്ങൾ എല്ലാവരുടെയും ആശീർവാദത്തോട് ഈ സമ്മാനം ഇത് പിടിക്ക്. ഉണ്ടാകരുത്. സത്യത്തിൽ കൃത്യമായ വിവേചനമില്ലാതെ നടത്തിയ ഒരു ചെറിയൊരു പെർഫോമൻസ് ആണ്. നിങ്ങൾ അത് ഇരുകണ്ണിട്ട് സ്വീകരിച്ചു എന്നുണ്ടെങ്കിൽ ഞങ്ങളെ സന്തോഷിക്കും. നാടകവും നാടകമാണ് ഇതിൽ ആരെയും